കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. കോഴിക്കോട് വടകര ദേശീയപാതയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. പുതുപ്പണം അരവിന്ദ് ഘോഷ് റോഡിന് സമീപമാണ് മണ്ണിടിച്ചിൽ. 4ാം തവണയാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ജീവൻ കയ്യിൽ പിടിച്ച് വേണം ആ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാനല്ലേ? അത് വീടുകളൊക്കെയുള്ള പ്രദേശമാണോ? ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ദൃശ്യം നമുക്ക് മുന്നിലുണ്ട്. ഇതെപ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്? എന്താണ് അധികൃതർ പറയുന്നത്? സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ വന്നോ? റോഷനി, ഇന്ന് രാവിലെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഒരു വീട് കൃത്യം ഇതിന്റെ മുകളിലുണ്ട്. ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ് അവിടെ ഉള്ളത്. ആ വീടും അപകട ഭീഷണിയിലാണ്. 1ഉം 2ഉം തവണയല്ല, ഇത് 4ാം തവണയാണ് ഈ വടകര പുതുപ്പണം അരവിന്ദ് ഘോഷ് റോഡ് ഭാഗത്ത് മണ്ണിടിയുന്നത്. അതായത് ഈ പ്രദേശത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണ് ഇടിച്ച ശേഷം അവിടെ സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറഞ്ഞതാണ്. കാരണം വടകര മുക്കാളി ഭാഗത്തൊക്കെ തന്നെ ഇതിനു മുൻപ് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ്. അതായത് ഇവിടെ മണ്ണിന് പിടുത്തമില്ല, ഉള്ളിലോട്ട് കമ്പി അടിച്ച് കയറ്റി സിമെന്റ് തേച്ച് പതിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആ കെട്ടവിടെ നിൽക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതാണ്. സമാനമായ രീതിയിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യയിൽ ഈ ഭാഗത്ത് അതേ രീതിയിൽ തന്നെ സോയിൽ നെയിലിംഗ് നടത്തിയ ആ ഭാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ സർവീസ് റോഡിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. ഭാഗ്യവശാൽ ആ സമയത്ത് കാൽനട യാത്രക്കാരോ വാഹനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. ഇനിയും മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡിലേക്കായിരിക്കും മണ്ണിടിഞ്ഞ് വീഴുക. അതുകൊണ്ട് തന്നെ സോയിൽ ലൈനിങ് ഇതിവിടെ പ്രായോഗികമല്ല. അവിടെ കെട്ടി ബലവത്തായ ഭിത്തി കെട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇതിന് മുകളിൽ ഈ കുന്നിന്റെ മുകളിലൊക്കെ തന്നെ ധാരാളം വീടുകളും ഉള്ളതാണ്. ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും അപകട ഭീഷണിയിലാണ്. ഏതായാലും 4 തവണ മണ്ണിടിഞ്ഞ് വീണിട്ട് ഒരു ശാശ്വതമായ പരിഹാരം ദേശീയപാത അതോറിറ്റിയോ ഇത് കരാറെടുത്ത കമ്പനിയോ ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതിയുള്ളത്. ഏതായാലും മണ്ണിടിഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് വീണ്ടും അധികൃതർ നൽകുന്നല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഈ വടകര മേഖലയിൽ ഉണ്ടാകുന്നില്ല. റോഷ്നി, അതാണ് ഉറപ്പുകൾ കേട്ട് ജനത്തിന് മടുത്തിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ സമാധാനമുണ്ടായിരുന്നു യാത്ര ചെയ്യാനും വീട്ടിലുള്ളവർക്ക് കിടന്നുറങ്ങാനും ഒക്കെ. ഇതിപ്പോ ഇങ്ങനെ എപ്പോഴും സംഭവിക്കുന്നു. ഇത് മഴയെ പഴിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തി പരിഹാരമാണ് ഉണ്ടാവേണ്ടത്.